Good morning all. Welcome back to fourth session of Vector Calculus. ഇന്ന് നമ്മൾ ഡെറിവേറ്റീവ്സ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡൈവേർജൻസ്, കേൾ എന്നിവയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാത്തമാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടാണെങ്കിലും അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോക്കൂ, നമ്മുടെ ഓർഡിനറി ഡെറിവേറ്റീവ്സ് നമുക്കെല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ഓർഡിനറി ഡെറിവേറ്റീവ്സ്? ദാറ്റ് ഈസ് ഡി എഫ് ബൈ ഡി എക്സ്. സോ വാട്ട് ഈസ് മീൻഡ് ബൈ ഡി എഫ് ബൈ ഡി എക്സ്? മീൻസ് ചേഞ്ച് ഇൻ എഫ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ചേഞ്ച് ഇൻ ഡി എക്സ്. +2 ക്ലാസ്സിൽ നമ്മൾ ഡി എഫ് ബൈ ഡി എക്സിൻ്റെ ഡെഫിനിഷൻ എഴുതാറുണ്ട്. Limit delta x tend to 0 delta f by delta x, that is df by dx, means change in f with respect to very small change in x. So that is the df by dx. That is, it tells us how rapidly the function f of x varies when we change the x. മീൻസ് എക്സിനനുസരിച്ച് എത്ര വേഗതയിലാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ഫങ്ഷൻ എഫ് വേരി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ് കാണിക്കുന്നത്. നമുക്കതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. വാട്ട് ഈസ് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? വെൻ എഫ് വേഴ്സസ് എക്സ് കർവ്, in this f versus x curve, the geometrically the df by dx is the slope of the graph. നോക്കൂ, ഇവിടെ രണ്ട് എഫ് വേഴ്സസ് എക്സ് കർവ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ രണ്ടിലും ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ വരുന്നത്? നോക്കൂ, സ്ലോപ്പ് മീൻസ് ഇങ്ങനെ കുത്തനെ ആകുമ്പോഴാണ് സ്ലോപ്പ് കൂടുന്നത് അല്ലേ? മീൻസ് ഡി എഫ് ബൈ ഡി എക്സ് കൂടുന്നത് ഈ കേസിലാണ്. ദാറ്റ് മീൻസ് ഇവിടെയാണ് എക്സിനനുസരിച്ച് എഫ് വളരെ പെട്ടെന്ന് വാരി ചെയ്യുന്നത് എന്നർത്ഥം. ഈ പോയിന്റിൽ നോക്കൂ, അത്ര പെട്ടെന്ന് തന്നെ വേരി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ എക്സിനനുസരിച്ച് എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എഫ് വേരി ചെയ്യുന്നത് നോക്കൂ, അത്ര തന്നെ വരുന്നില്ല. അത് അത്ര തന്നെ സ്റ്റീപ്പായിട്ടല്ല വരുന്നത്. സോ സ്റ്റീപ്പിനെസ്സിനെയാണ് നമ്മുടെ സ്ലോപ്പ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെമ്പറേച്ചർ പോലെയുള്ള ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡിഫറൻഷ്യൽ നമ്മൾ എടുക്കുമ്പോൾ, സേ ഡി ടി ബൈ ഡി എക്സ് എന്ന ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ട് ഫിസിക്കലി മീൻ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഡി ടി ബൈ ഡി എക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സിനനുസരിച്ച് ടെമ്പറേച്ചർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? സോ സേതി ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ആക്സിസ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത്? അതാണല്ലോ നമ്മുടെ ഡി ടി ബൈ ഡി എക്സ് കാണിക്കുന്നത്. ബട്ട് നോക്കൂ, ഒരു 3 ഡയമെൻഷണൽ കേസിൽ നമുക്ക് ഓരോ ഡയറക്ഷനിലും വ്യത്യസ്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു റൂമിൻ്റെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മുകളിലേക്ക് പോവുകയാണ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ കാര്യമായിട്ട് വേരി ചെയ്യുന്നുണ്ട്. സോ മുകളിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ സെഡ് ഡയറക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ സെഡ് ഡയറക്ഷൻ അനുസരിച്ച് ഒരു വേരിയേഷനാണ്, എക്സ് ഡയറക്ഷൻ അനുസരിച്ച് ഹൊറിസോണ്ടലി ഒരു വേരിയേഷനാണ്, വൈ ഡയറക്ഷൻ അനുസരിച്ച് ഹൊറിസോണ്ടലി പോകുമ്പോൾ മറ്റൊരു വേരിയേഷൻ ആവാം. സോ അതുകൊണ്ട് തന്നെ ടിയുടെ വ്യത്യസ്ത ഡയറക്ഷൻസിൽ വരുന്ന ഈ വേരിയേഷൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അവിടെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത്. സോ ഓരോ ഡയറക്ഷൻസിലും വ്യത്യസ്ത വേരിയേഷൻ വരുന്ന ടിയെ ഇൻ ജനറൽ, നമ്മളിവിടെ ടെമ്പറേച്ചർ എക്സാമ്പിളായിട്ട് എടുത്തു എന്ന് മാത്രം, ഇൻ ജനറൽ എനി ഫങ്ഷൻ ടിയെ നമുക്ക് ഡോട്ട് ടി ബൈ ഡോ എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ്
dot t by dot x means changing t with respect to x only. എക്സിനനുസരിച്ച് മാത്രം വൈയും സെഡും വേരി ചെയ്യാതെ എക്സ് മാത്രം വേരി ചെയ്യുന്ന സമയത്ത് ടി എങ്ങനെ വേരി ചെയ്യുന്നു. അതേപോലെ ഡോട്ട് ടി ബൈ ഡോ വൈ കാണിക്കുന്നത് എക്സും സെഡും വേരി ചെയ്യാതെ വൈക്ക് അനുസരിച്ച് മാത്രം വൈ മാത്രം വേരി ചെയ്യുമ്പോൾ ടി എങ്ങനെ വേരി ചെയ്യുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോട്ട് ടി ബൈ ഡോ സെഡ് മീൻസ് സെഡ് മാത്രം വേരി ചെയ്യുമ്പോൾ ടി എങ്ങനെ വേരി ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡി ടിയെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഡി ടിയെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ 3 വേരിയേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ 3 ഡയറക്ഷൻസിലെ വേരിയേഷൻസും അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡി ടി ക്യാൻ ബി, നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡി ടി എഴുതാം. സോ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡോ ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡോ ടി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. ഇനി നോക്കൂ, ഈ ഡി ടിയെ നമുക്ക് ഇതേ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നോക്കൂ. ഇങ്ങനെയല്ലേ കിട്ടുന്നത്. മീൻസ് ഡോ ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ് ഡോ ടി ബൈ ഡോ വൈ വൈ ക്യാപ് ഡോ ടി ബൈ ഡോ സെഡ് സെഡ് ക്യാപ്. ചിലപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഇവിടെ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ്പിന് പകരം ഐ ജെ കെ എന്ന യൂണിറ്റ് വെക്ടേഴ്സ് ആകും ഉപയോഗിച്ചിട്ടുണ്ടാവുക. നോ പ്രോബ്ലം. ഇവിടെ നമ്മൾ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് ആണ് ഈ ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. സോ നോക്കൂ, ഈ വെക്ടറിനെ നമ്മൾ ഈ വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് തന്നെയല്ലേ കിട്ടുക എന്ന് നോക്കൂ. ഇവിടെ എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് വരുന്നത് അതൊക്കെ ആയിരിക്കും ഡോട്ട് ടി ബൈ ഡോ എക്സും ഡി എക്സും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും റിസൾട്ട് വരിക, ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. അതേപോലെ ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഡോട്ട് ടി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. സോ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ എഴുതിയ ഈ വെക്ടറിനെ ഡോട്ട് ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡോട്ട് ടി ബൈ ഡോ വൈ വൈ ക്യാപ് പ്ലസ് ഡോട്ട് ടി ബൈ ഡോ സെഡ് സെഡ് ക്യാപ്, ഈ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ടി എന്ന് എഴുതാം. ഡെൽ ടി ദിസ് ഈസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ദിസ് ഈസ് ഡി എൽ. നേരത്തെ നമ്മൾ ഡി ആറിന് പകരം ഡി എൽ എന്ന് എഴുതിയത് സെയിം ഡി എൽ. സോ ദിസ് ഈസ് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡെൽ ടി ഡോട്ട് ഡി എൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ഡെൽ ടി, ദിസ് പാർട്ട് ഈസ് ഡെൽ ടി. ദാറ്റ് ഈസ് ഡെൽ ടി ഈസ് ഈക്വൽ ടു ഡോട്ട് ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ് ഡോട്ട് ടി ബൈ ഡോ വൈ വൈ ക്യാപ് ആൻഡ് ഡോട്ട് ടി ബൈ ഡോ സെഡ് സെഡ് ക്യാപ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഏത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ് ടി ഇൻ ജനറൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ബട്ട് നോക്കൂ, ഡെൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, ഡെൽ ടി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡെൽ ടി 3 എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് സെഡ് കമ്പോണൻറ്റ് ഉള്ള ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഡെൽ ടി എന്ന് പറയുന്നത്. But t is a scalar and del is not a vector, but del is a vector operator. Del is a vector operator. So anyway, this is called gradient. This del operator is called gradient. So this is the gradient of the function t, which is equal to dot t by dot x into x cap plus dot t by y into y cap plus dot t by dot z into z cap. So del t is a vector quantity, t is a scalar quantity, and del is a vector operator. So നമുക്ക് എന്താണ് ഇതിൻ്റെ നമ്മുടെ ഡെല്ലിൻ്റെ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റിൻ്റെ ജിയോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. The gradient del t points the direction of maximum increase of the function t. Very important. The gradient del t points. Del t നമുക്ക് കിട്ടുന്ന del t vector points the direction of
maximum increase of the function t. സോ ആ ഡയറക്ഷൻ ഡെൽ ടി ഒരു വെക്റ്റർ ആണല്ലോ കിട്ടുന്നത്. ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ടിയുടെ മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ കേസിൽ നമ്മളൊരു റൂമിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡെൽ ടി എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഗ്രേഡിയൻറ്റ് എടുക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചറിൻ്റെ ഗ്രേഡിയൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വെക്റ്ററിൻ്റെ ഡയറക്ഷനിലായിരിക്കും ടെമ്പറേച്ചർ മാക്സിമം വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇൻക്രീസ് ഓഫ് ദി ഫങ്ഷൻ. അതുപോലെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും നോക്കൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഗ്രേഡിയൻറ്റ് ടി ഗീവ്സ് ദ സ്ലോപ്പ് അലോങ് ദിസ് മാക്സിമൽ ഡയറക്ഷൻ. ആ മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻസിലുള്ള സ്ലോപ്പായിരിക്കും നമ്മുടെ ഈ മോഡ് ടി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രേഡിയൻറ്റ് ടി തരുന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഗ്രേഡിയൻ്റ് എടുക്കുന്നത് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ നമ്മുടെ പൊസിഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എപ്പോഴും നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണല്ലോ. സോ പൊസിഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതിൻ്റെ ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. നോക്കൂ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദോ ആർ ബൈ, ഇവിടെ നേരത്തെ ടിക്ക് പകരം ഇവിടെ ആർ എന്ന് കൊടുത്തു എന്ന് മാത്രം. സോ ദോ ആർ ബൈ ദോ എക്സ് എക്സ് ക്യാപ്, ദോ ആർ ബൈ ദോ വൈ വൈ ക്യാപ്, ദോ ആർ ബൈ ദോ സെഡ് സെഡ് ക്യാപ്. ഇനി എങ്ങനെയാണ് ഡിഫറൻഷ്യൽ എടുക്കുന്നത് നോക്കൂ. ഈ ആറിൻ്റെ ഡിഫറൻഷ്യൽ എങ്ങനെ എടുക്കും? ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, സ്ക്വയർ റൂട്ടിനെ നമുക്ക് ഹോൾ പവർ 1/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഏതുപോലെയായി? എക്സ് റേസ് ടു 1/2ൻ്റെ റൂട്ട് എടുക്കുന്നത് പോലെയായി. എങ്ങനെയാണ് നാം എക്സ് ടു ദ പവർ 1/2ൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്നത്? 1/2 ഇൻറ്റു എക്സ് ടു ദ പവർ മൈനസ് 1/2 അല്ലേ? 1/2 എക്സ് ടു ദ പവർ മൈനസ് 1/2, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/√2 എന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ദോ ആർ ബൈ ദോ എക്സ്, അപ്പോൾ എക്സ് മാത്രം ഉള്ള ഡിഫറൻഷ്യൽ എടുക്കണം. വൈയും സെഡും നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യണം ദോ ആർ ബൈ ദോ എക്സ് ചെയ്യുന്ന സമയത്ത്. സോ എക്സിൻ്റെ മാത്രം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ആദ്യം മൊത്തം ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഹോൾ ഫംഗ്ഷൻ്റെ മൈനസ് 1/2. മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/√2 എന്ന് വരും അല്ലേ? സോ ഇങ്ങനെ എഴുതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. ഉള്ളിലുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ മാത്രം ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 2x എന്നായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ദോ ആർ ബൈ ദോ എക്സ് ഇങ്ങനെ കിട്ടുന്നു. അതുപോലെ ദോ ആർ ബൈ ദോ വൈ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ദോ ആർ ബൈ ദോ സെഡ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നോക്കൂ, ഇതൊക്കെ ഒരു കോമൺ ആണല്ലോ. സോ നമുക്ക് ഇവിടെ സം ചെയ്യുമ്പോൾ നോക്കി എങ്ങനെയാണ് കിട്ടുന്നത് നോക്കൂ. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതൊക്കെ ഒരു കോമൺ ആണല്ലേ. അതേപോലെ ഇവിടെയുള്ള 2കളൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ എന്താണ് കിട്ടുന്നത്? എക്സ് എക്സ് ക്യാപ് വൈ വൈ ക്യാപ് സെഡ് സെഡ് ക്യാപ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ബട്ട് ദി ന്യൂമറേറ്റർ ഈസ് നത്തിങ് ബട്ട് ദി പൊസിഷൻ വെക്റ്റർ. നമ്മൾ ഈ ബോൾഡ് ലെറ്ററിൽ എഴുതുന്നതാണല്ലോ വെക്റ്റർ, താഴെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദി യൂണിറ്റ് വെക്റ്റർ along this direction. That means എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് the direction of maximum increase of the function r is along this direction. That is nothing but ഇവിടെ ക്ലിയർ ആണ്. നമ്മുടെ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആർ ക്യാപ്പ് തന്നെയാണ്. സോ ഡെൽറ്റ ദി പൊസിഷൻ വെക്റ്റർ ഓഫ് gradient of the position vector is the unit vector along the position vector. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഓപ്പറേറ്റർ. ദിസ് ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ് ഡെൽറ്റ ടി. സോ ദിസ് ഗ്രേഡിയൻറ്റ് വെക്റ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി ആണെങ്കിൽ ടിയെ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ വെക്റ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഓപ്പറേറ്റർ ഡെൽ ഈസ് ഈക്വൽ ടു എക്സ് ദോ ബൈ ദോ എക്സ്, y dou by dou y, z dou by dou z. In terms of ij എങ്ങനെ എഴുതാം?
I dou by dou x plus j dou by dou y plus k dou by dou z. So del is not a vector, it is a vector operator that acts on the scalar function t. Okay. ഇനി നമുക്ക് ഈ ഡെൽ എങ്ങനെയെല്ലാം ഡെൽ ഒരു ഓപ്പറേറ്റർ ആണല്ലോ. സോ ഈ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എവിടെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം, എങ്ങനെയെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഒരു ഓപ്പറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, അതായത് ഡെൽ ഒരു സ്കേലാർ ഫംഗ്ഷനുമായിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഡെൽ സ്കേലാർ ഫംഗ്ഷനുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഡെൽ ടി എടുത്തുകൊണ്ടാണ്. ഗ്രേഡിയൻറ്റ് എടുക്കുമ്പോഴാണ് സ്കേലാർ ഫംഗ്ഷനുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. മറ്റൊന്ന് നോക്കൂ, ഒരു വെക്റ്ററുമായിട്ടും ഡെല്ലിനുമാണെങ്കിൽ, കാരണം ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആണല്ലോ, വെക്റ്ററുമായിട്ടും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ വെക്റ്ററുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് വഴി ഓപ്പറേറ്റ് ചെയ്യാം, ക്രോസ് പ്രോഡക്റ്റ് വഴി ഓപ്പറേറ്റ് ചെയ്യാം. ഗ്രേഡിയൻറ്റ് ഡോട്ട് പ്രോഡക്റ്റുമായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ ഡോട്ട് പ്രോഡക്റ്റുമായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് ഡൈവേർജൻസ്. ക്രോസ് പ്രോഡക്റ്റുമായി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് കേൾ. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ ഒരു വെക്റ്ററുമായി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡൈവേർജൻസ്. നോക്കൂ, വെക്റ്റർ വി എ, where v is vx x cap, vy y cap, vz z cap. ഇതിൻ്റെ ഡൈവേർജൻസ് എങ്ങനെയാണെന്ന് നോക്കൂ. ഡെൽ ഓപ്പറേറ്റർ is represented like this, dot this vector v. അപ്പോൾ എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ്, വൈ ക്യാപ് ഡോട്ട് വൈ ക്യാപ്, സെഡ് ക്യാപ് ഡോട്ട് സെഡ് ക്യാപ്. ആ ടേംസ് മാത്രമേ റിമൈൻ ചെയ്യുകയുള്ളൂ അല്ലേ. മറ്റു ടേംസുകളൊക്കെ എക്സ് ക്യാപ് ഡോട്ട് വൈ ക്യാപ് 0 ആവും, എക്സ് ക്യാപ് ഡോട്ട് സെഡ് ക്യാപ് 0 ആവും. സോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടേംസ് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദോ വി എക്സ് ബൈ ദോ എക്സ്, ദോ വി വൈ ബൈ ദോ വൈ, ദോ വി സെഡ് ബൈ ദോ സെഡ്. So this is the divergence. This is the divergence. So what is the meaning of divergence? Divergence അതിൻ്റെ പേര് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ is measure of how much the vector diverge, that is spread out. ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് മീൻസ് അകന്നകന്ന് എങ്ങനെയാണ് ഒരു വെക്റ്റർ പോകുന്നത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ഡൈവേർജൻസ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതൊരു പോയിന്റിൽ നിന്നും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റേഴ്സ് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ നോക്കൂ, ഇങ്ങനെ അകന്നകന്ന് പോകുന്നു. സോ ഇത് ഡൈവേർജ് ചെയ്യുന്നു, ഈ വെക്റ്റേഴ്സൊക്കെ തന്നെ ഡൈവേർജ് ചെയ്യുന്നു. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഒരു ഡൈവേർജൻസും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോവുകയാണ്. ഇത് ഡൈവേർജ് ചെയ്യാതെ പാരലലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമുക്ക് ഈ ഫിഗർ നോക്കിയിട്ട് പറയാം, ദിസ് ഹാസ് എ പോസിറ്റീവ് ഡൈവേർജൻസ്, ദിസ് ഹാസ്, നമുക്കൊരു എക്സാമ്പിൾ 0 ഡൈവേർജൻസ്. നമുക്ക്
3 വെക്റ്റർ മറിച്ച് നോക്കൂ, ഈ ആരോ ഉള്ളിലേക്കായിരുന്നെങ്കിൽ അതൊരു കൺവേർജൻസ് പൊസിഷൻ വെക്റ്റർ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. കൺവേർജൻസ് ഈസ് 3 ഡയമെൻഷണൽ ഓപ്പോസിറ്റ് ഓഫ് ദി ഡൈവേർജൻസ്. അതായത് ഇവിടെ ഇമേജ് ദാറ്റ് വിൽ ബി നെഗറ്റീവ് ഓഫ് ഡൈവേർജൻസ്. അവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 3 ഡയമെൻഷണൽ വാല്യൂ ആയിരിക്കും. ഡെൽ ഡോട്ട് എടുക്കുമ്പോൾ ഇനി നോക്കൂ, നെഗറ്റീവ് മറ്റൊരു വെക്റ്റർ VB, ഈ കേസിൽ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ആരോ ഉള്ളിലേക്കായിരുന്നു, അതിന്റെ കൺവേർജ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് 1 ആണ്. ഉള്ളിലേക്കുള്ള ആരോ ആയിരുന്നു കിട്ടുന്നതെങ്കിൽ മറ്റൊന്ന് നോക്കൂ, VC വാല്യൂ VC is equal to Z നമുക്കറിയാം. റിസൾട്ട് ഒരു സ്കാലർ, അതാണ് ഈ വെക്റ്റർ. ഇവിടെ ഒരു വെക്റ്റർ ആണ്, അല്ലെങ്കിൽ വെക്റ്റർ ഓപ്പറേറ്റർ മാഗ്നിറ്റ്യൂഡ് കൂടി ഒരു വെക്റ്റർ ആണ്. ഇവിടെയും മാഗ്നിറ്റ്യൂഡ് കൂടി വരുന്നുണ്ട്. ഡെൽ ഡോട്ട് വിയുടെ ഓരോ കമ്പോണന്റിന്റെയും മാഗ്നിറ്റ്യൂഡ് കൂടി അല്ല. ഇവിടെ നോക്കൂ, ഇവിടെ മാഗ്നിറ്റ്യൂഡിലും ജോമെട്രിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഇല്ല. ഇനി നമുക്ക് മെഷർ ഓഫ് ഹൗ മച്ച് ഡൈവേർജൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഡൈവേർജൻസ് ഇവിടെ നോക്കൂ, ഡെൽ ഡോട്ട് വി എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡെൽ ഡോട്ട് എടുക്കുക അല്ലേ. ഇതിനെ ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്ന എന്താണ്? 1 + 1 + 3 എന്ന പോസിറ്റീവ് വാല്യൂ ആണ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഫിഗറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ഡൈവേർജൻസ് കിട്ടുന്നത്. മീൻസ് പുറത്തേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നു എന്നർത്ഥം. ഈ രണ്ടാമത്തെ കേസിൽ നോക്കൂ, നമ്മുടെ VB is equal to Z ക്യാപ്. ആ കേസിൽ നോക്കൂ, സെഡിൻ്റെ അവിടെ മാത്രം മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്താണ്? നോക്കൂ, 0 ആണ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ ഡൈവേർജൻസ് ഒന്നും തന്നെയില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഡൈവേർജൻസ് എടുക്കുമ്പോൾ റിസൾട്ട് വിൽ ബി 0. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഇതിൻ്റെ വെക്റ്ററിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും 0 ആണ്. Z കമ്പോണൻറ്റ് Z ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും 0 ആയി. ഇവിടെ ദോ ബൈ ദോ Z ഓഫ് Z എടുക്കുന്ന സമയത്ത് ദർ ഈസ് 1. So 0 + 0 + 1 is equal to 1. So there is a positive value, means ഈ പോയിന്റിൽ നിന്നും ഇത് ഡൈവേർജ് ചെയ്ത് പോകുന്നു എന്നർത്ഥം. ഇവിടെ നമ്മൾ ഫിസിക്കൽ ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഡൈവേർജ് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ മാഗ്നിറ്റ്യൂഡും ഡൈവേർജ് ചെയ്യുന്നില്ല, ഡയറക്ഷനും ഡൈവേർജ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, മാഗ്നിറ്റ്യൂഡും ഡൈവേർജ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡയറക്ഷനും ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കേൾ എന്താണെന്ന് നോക്കാം. എന്താണ് കേൾ എന്ന് നോക്കൂ. കേൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വെക്റ്ററിൻ്റെ എക്സ് വൈ എന്നെഴുതി, എന്നിട്ട് ഗ്രേഡിയൻറ്റിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഡെൽ ഓപ്പറേറ്ററിൻ്റെ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് സെഡ് കമ്പോണൻറ്റ് എഴുതി, ദെൻ വെക്റ്ററിൻ്റെ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് എഴുതി. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഓർഡിനറി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് പോലെ തന്നെയാണ് കേൾ. നമുക്ക് അതിൻ്റെ ജോമെട്രിക്കലി എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. നോക്കൂ, ജോമെട്രിക്കലി എന്താണ് മീൻ ചെയ്യുന്നത് നോക്കൂ. ഇസ് മെഷർ ഓഫ് ഹൗ മച്ച് ദ വെക്റ്റർ കേൾസ് അറൗണ്ട് ദ പോയിൻറ്റ്. മീൻസ് അത് കേൾ ചെയ്യുന്ന ചുറ്റുകയാണല്ലോ അല്ലേ. അതിൻ്റെ ഒരു ചുറ്റൽ വരുന്നത് അല്ലെങ്കിൽ കേളിങ് വരുന്നത് ആ പോയിൻറ്റിൻ്റെ എബൌട്ടായിട്ട് അതിന് കേളിങ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ ഒരു കേളുണ്ട് എന്ന് പറയും. കേളിങ് ഇല്ലെങ്കിൽ എന്ത് പറയും? കേൾ ഇല്ല എന്ന് പറയും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു കേൾ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു വെക്റ്ററാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. ഇനി രണ്ട് ഫിഗർ നോക്കൂ, ഇവിടെ ഷുവറായിട്ട് കേൾ ഉണ്ടല്ലേ. ഇവിടെ ഒരു വേൾപൂൾ പോലെ ഒരു കേളിങ് നാച്ചർ ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെയും നോക്കൂ, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെയാണ്, ഒരു കേളി നാച്ചർ ഉള്ളത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും കേൾ ഉണ്ട് എന്നർത്ഥം. ഇനി കേൾ ഇല്ലായിരുന്നെങ്കിൽ, നേരത്തെ നമ്മൾ ഡൈവേർജൻസ് ചെയ്തു പോകുന്നതാണ്, ഡൈവേർജൻസ് മാത്രമുള്ള ഒരു ഫിഗർ ആണെങ്കിൽ ദ കേൾ വിൽ ബി 0. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നമ്മളിവിടെ തന്നിട്ടുള്ള ഈ ഫസ്റ്റ് ഫിഗർ ഈസ് ആക്ച്വലി -y + xy എന്ന വെക്റ്ററിനെയാണ് ആക്ച്വലി ഇത് കാണിക്കുന്നത്. -y + x എന്ന ഒരു വെക്റ്ററാണ്, XY പ്ലെയിനിലുള്ള ഒരു വെക്റ്ററാണ് ഈ കാണിക്കുന്നത്. സോ നോക്കൂ, ആ കേസിൻ്റെ കേൾ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കൂ.
ഇങ്ങനെയാണ് കിട്ടുന്നത്. എക്സ് കമ്പോണൻറ്റ് മൈനസ് വൈ കമ്പോണൻറ്റ് എക്സ്, സെഡ് കമ്പോണൻറ്റ് 0. സോ ദ റിസൾട്ട് വിൽ ബി, നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്യാം. സോ ദ റിസൾട്ട് ഈസ് 2z cap. 2z cap means the direction of curl is along the z direction and the magnitude is 2. നേരത്തെ കണ്ടു ഇവിടെ കിട്ടുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ക്രോസ് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വെക്റ്റർ വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡെല്ലിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതിന് മീനിങ് ഇല്ലല്ലോ. സോ വെക്റ്റർ വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ വെക്റ്റർ വി എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്തായാലും എവിടെയായിരിക്കും കിട്ടുക? z ഡയറക്ഷനിലായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് 2z ക്യാപ്. ഇനി ഇവിടെ നോക്കൂ, സെക്കൻഡ് ഫിഗർ നോക്കി. സെക്കൻഡ് ഫിഗറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് v is equal to എക്സ് വൈ മീൻസ് പോസിറ്റീവ് ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിലേക്കും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ബാക്കിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ് ആക്സിസ്. നമ്മൾ ഇൻവാർഡായിട്ട് നമ്മൾ പുറത്തേക്ക് തള്ളുന്ന ഡയറക്ഷനാണ് ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എക്സ് ആക്സിസ് അലോങ് ഇൻ ദിസ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സിസ് അലോങ് ദിസ് ഡയറക്ഷൻ, നെഗറ്റീവ് എക്സിസ് അലോങ് ദിസ് ഡയറക്ഷൻ. സോ പോസിറ്റീവ് എക്സിൽ ദി വെക്റ്റർ, ഈ വി ബി എന്ന് പറയുന്ന വെക്റ്റർ ഈസ് അലോങ് ദിസ് വൈ ഡയറക്ഷൻ, ഇങ്ങനെയാണ് വരുന്നത്. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കേൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് 0 ആണ്, വൈ കമ്പോണൻറ്റ് എക്സ് ആണ്, സെഡ് കമ്പോണൻറ്റ് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നോക്കൂ എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കൂ. സെഡ് ക്യാപ്. സോ ദിസ് ഈസ് സെഡ് ക്യാപ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ വെക്റ്റർ വിയും വൈ ഡയറക്ഷൻസിലാണ്, അല്ലേ? വൈ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ് വൈ പ്ലെയിനിലാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് വൈ ഡയറക്ഷനിലായതുകൊണ്ട് വൈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് നമ്മുടെ ക്രോസ് അല്ലെങ്കിൽ കേൾ കിട്ടുന്നത്. സോ കേളിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ഇവിടെ സെഡ് ഡയറക്ഷനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും കേളുണ്ട്. കേളിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഡയറക്ഷൻ സെഡ് ആണ്. സോ ഇങ്ങനെ നമുക്ക് ഏത് വെക്റ്ററിനും ഒരു കേളി നാച്ചർ ഉണ്ടെങ്കിൽ ക്രോസ് ഡെൽ ക്രോസ് ദാറ്റ് വെക്റ്റർ വിൽ നോട്ട് ബി 0. ഇനി കേളി നാച്ചർ തീരെ ഇല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ വിൽ ബി 0. അതേപോലെ തന്നെ ഡൈവേർജൻസ് തീരെ ഇല്ലെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് വിൽ ബി 0. ഡൈവേർജൻസ് ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ ഡൈവേർജൻസ് വിൽ ബി എ നോൺ സീറോ ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, നോക്കൂ. ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദി ഫോളോയിങ്. സോ ഈ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് കാണണം. ഓക്കെ, താങ്ക് യു.